ആരാ നിങ്ങളോട് ഈ പറഞ്ഞത്? എനിക്ക് അവനെ തല്ലാൻ പോകാനാണ് നേരെ ആരാ പറയാത്തത്? നാട്ടുകാർ മുഴുവൻ പറയണ്ടല്ലോ. അവൻ പറഞ്ഞുണ്ടാക്കിയേക്കാണെന്ന് ഞാൻ ചെയ്തിട്ടില്ല പരീക്ക സത്യമായിട്ടും. അതെ ജോസുട്ടി, ഈ ആൾക്കാരുടെ ഇടയിൽ വെച്ച് വെല്ലുവിളിക്കണല്ലേ? പിന്നെ വെല്ലുവിളിച്ചത് അവൻ എന്റെ മുഖത്ത് നോക്കി തോന്നിയാസം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കലി കയറി. വാസൂട്ടി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തല്ല. അത് കഴിഞ്ഞ് ഞാനത് വിട്ട് നമ്മളവിടുന്ന് പോന്നു. പക്ഷെ പോരുന്നതിന്റെ മുമ്പായിട്ട് നീ അവനെ വെല്ലുവിളിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ നീ തന്നെയാണ് ചെയ്തതെന്നല്ല അവർ വിചാരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആലോചിക്കാതെ ഞാൻ ചെയ്യോ? അതൊക്കെ അവിടെ അതൊന്നും ഇപ്പൊ ഇവിടെ മറുപടി അല്ല ഈ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ആളുകളുടെ ഇടയിൽ ആകെ പ്രശ്നമായിരിക്കുക. ഈ ഒരു ക്രൂര പരിപാടി ചെയ്ത മാതിരിയാണ് ഇപ്പൊ ആളുകളുടെ ഇടയില്. അവനെ തല്ലി അപ്പൊ അവന് സെന്റിമെന്റ്സ് അടിച്ചിട്ടാ പാവം നടക്കണേ. അവൻ ജയിച്ച മാതിരി എന്തൊരു കഷ്ടമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ഈ സമയത്ത് ചെയ്യോ? പെട്ടെന്ന് ദൊരേനെ അവൻ സ്വാധീനിക്കണ കണ്ടപ്പോ എനിക്ക് പ്രാന്ത് കയറി എന്നുള്ള സത്യമാണ്. ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്ത്. ഇപ്പൊ ആ പിശാചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുമെന്തോ? ആ തെണ്ടി അതിന്റെ അപ്പുറത്താണ്. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ഇവന്റെ അളിയനല്ലേ എന്ന് ഓർത്ത് മെമ്പർഷിപ്പ് എടുത്തു വെച്ചത്. ഇപ്പൊ അവൻ അയാളോട് കാശും വെള്ളവും മേടിച്ചിട്ട് അയാളുടെ പുറകെ നടക്കുകയാണ്. ആളവിടെ കാര്യങ്ങള് സംസാരിക്കാണ്ട്. എന്നെ സംസാരിച്ചാലും ശരി, ഞാൻ വീട്ടിൽ വന്നപ്പോ சொன்ன മാതിരി എനിക്ക് ഗോപി 3000 രൂപ കൊടുത്തിച്ച് നീ 6000 രൂപ കൊടുത്താ വോട്ട് കൊടുക്ക്. നീ ഗോപി തന്നത് മേടിച്ചോ, എന്നിട്ട് നീ വോട്ട് എനിക്ക് ചെയ്. അല്ല ഞാൻ എന്തിനാ നിനക്ക് കാശ് തന്നെ? നിന്റെ അളിയന്റെ സുഹൃത്തല്ലേ ഞാൻ. ഇനിയിപ്പോ ഞാൻ വോട്ട് ചെയ്താലും നീ ജയിക്കില്ല. അവനതാ എല്ലാവരും അവൻ വീട്ടിൽ പോയിട്ട് இருக்குது. ഇവന്റെ ഫ്രണ്ട് കൂടെ അങ്ക വന്നിരുச்சு നേത്ത് അന്ന് അഴുതിട്ട് അവൻ இந்த மாதிரி செய்யலுமே അവനെ നമ്പ കൂടാതെന്നുള്ള சொல்லுது. ഇവന്റെ ഫ്രണ്ട് അങ്ക വന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളെ. ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന്. അതെ ഇവൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇത് അവൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആൾക്കാരുടെ ഇടയിൽ പ്രചാരണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തെരിയുമല്ലോ, എനിക്ക് തെരിയുമല്ലോ. അത് ഇവനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നല്ലവേ തെരിയുമല്ലോ. അതെങ്ങനെ നിനക്ക് തിരിയും? അല്ല അതെങ്ങനെ നിനക്ക് തിരിയണത്? അന്ന ടൈമില് ഞാൻ അങ്ങ് ഇരുന്നതേ, ഞാൻ അങ്ങ് ഇരുന്നതില്ല. ഇവനിപ്പൊ അവരുടെ കൂടെ നടക്കണത്. അപ്പൊ പിന്നെ എന്തിനാ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണത്? അവന് ജയിക്കണോ ഇവൻ തോക്കടിക്കണോ? അതിന് താ അത് നിനക്കങ്ങനെ അറിയാം. അറിയെങ്കിൽ പറയൂ, വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാന്ന് എന്നാളിയാ ഇപ്പടി? ഞാൻ അവന്റെ 3000 രൂപ വാങ്ങണത് சரிதா എന്ന് കരുതിട്ട് ഞാൻ അവനെ വോട്ട് ചെയ്യോ? ഇവൻ എനിക്ക് ഫ്രണ്ട് தானே, காசு கிடைச்சா எப்படி நல்லது தானே தான் வாங்கின. அவனை நான் ஏமாத்துனது, நான் உங்க கட்சி. ഞാൻ പറഞ്ഞില്ലേ அங்க என்ன நடந்தது தெரியுமா? இந்த கோபி இருக்குதுல்ல, அவன் அவன் 3 ஃப்ரெண்ட்ஸும் சேர்ந்து இந்த பஞ்சியும் பிளாஸ்டர் எல்லாம் வாங்கி கோபியோட கையிலும் காலில் எல்லாம் வச்சு கட்டினாங்க. ஒருத்தர் இப்படி போன் எடுத்துட்டு இது ஷூட் பண்ணாங்க എന്നിട്ട് ഇവനോട് അഴുക சொல்லிச்சு. அப்ப இந்த கோபி அடுத்துட்டு சொல்லுது, ஜோசூட்டி என்ன கை காலெல்லாம் அடிச்சு கொலை பண்ண பார்த்தாங்க, எலெக்ஷன் நின்னா கொன்னுருவேன்னு சொல்றாங்க அப்படின்னு அழுதுட்டு இருக்குது. இந்த வீடியோ தான் எல்லாവർക്കും അയച്ചു കൊടുത്തത്. ഇത് ഞാൻ பார்த்தതല്ല. കണ്ട, ഞാൻ പറഞ്ഞില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോഴാ വാസുട്ടിയെ ഇതിപ്പോ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇത് വിട്ടൂടാ. അവന്റെ കയ്യും കാലും ശരിക്കും തല്ലി കൊടുക്കണം, അടിക്കണത്. என்ன பாய் சொல்றது? இனி கை காலி அடிச்சா இவர் ஜெயிக்கோ? இவர் ஜெயிக்கிறதுக்கு என்ன பண்ணணும் அது யோசிക്ക്. എന്ത് ജയിക്കാ? ഇനി ഒരിക്കലും ജയിക്കില്ലല്ലോ. ഏതെന്തെങ്കിലും ചെയ്യണമല്ലോ വാസൂട്ടി. ഞാൻ നിരപരാധിയാണെന്ന് ആളുകളെ അറിയിക്കണം. അതെങ്ങനെ അറിയിക്കും നിങ്ങള്? അല്ല നമുക്കിപ്പോ ഇത് നാട് മുഴുവൻ നടന്നിട്ട് ഓൻ തല്ലിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂടാ. എന്താ ഇപ്പൊ ചെയ്യണതിന്? ഒരേ ഒരു വഴിതാ இருக்குது. கொஞ்சம் காசு செலவு வரும். നീ പറ, പൈസ ഒക്കെ ഞാൻ ചെലവാക്കാം. அவன் 8 அடி பாஞ்சா நான் 16 அடி பாய். ഈ കാര്യം പറയും. அங்க நடந்ததெல்லாம் நான் வீடியோ எடுத்துட்டாங்க. സത്യം? ஆமா, நான் பாரு. വല്ലാത്തൊരു ഹമുക്കന്നെ. இப்படி பார்த்தா போதும், இப்படி பார்த்தா. இல்ல காணிக்க നോട്ടെ. இல்ல இப்படி பார்த்தா போதும். அது വെച്ച് കെട്ടണം പാല്. അത് കൂടെ இருக்கிறது ആര്? ചന്ദ്രനും പിന്നെ വെറ്റവ സുരേഷ്. കണ്ടാ ഈ സാധനം ആളുകൾ ഇത് ജോസൂട്ടിക്ക് അയച്ചു കൊടുക്ക്. കൊടുക്കാനല്ലേ ഞാനിത് കൊണ്ടുവന്നത്. കൊടുക്കണ്ടേ? ഇവർ ഇത് ഞാൻ ഇവർക്ക് കൊടുത്ത് ഇതെല്ലാവരും തെരിയിച്ചാ ഇവൻ പാവനും തെരിയും, ഇവർക്ക് വോട്ട് കിടക്കും. അപ്പം വില്ലൻ, അപ്പുറം ഇവൻ നായകൻ. ഭയങ്കര ബുദ്ധിയായിട്ടാളിയാ. വിചാരിച്ചിട്ട് இந்த புத்தி மட்டுமல்ல, இனிയൊരു புத்தி இருக்குது. இது வேணும்னா 5000 ரூபா.
എന്ത് 5000 രൂപ കൊടു. അല്ല ദുര ഞാൻ നിനക്ക് 5000 രൂപ തരാം ഇലക്ഷൻ കഴിയട്ടെ നീ ഇപ്പൊ എനിക്കത് താ ഞാൻ പിടിച്ചു നിൽക്കട്ടെ. இந்த எலெக்ஷன் நிக்கிற நேதாக்கന്മാരെല്ലാം எனக்கு தெரியும். எலெக்ஷன் நிற்கும் போது அது செய்ய இது செய்யான்னு പറയും. ஜலிச்சு போயா பின்ன திரும்பி பார்க்க மாட்டான். அது வேணா 5000 கொடுத்தா நான் இந்த வீடியோ தர நீ அது எல்லாയിടത്തും தெரிஞ்சு പാവன்னு தெரிஞ்சு எலெக்ஷன் ஜெயிச்சுக்கோ. ഞാൻ തരാടാ. എടുത്തിട്ട് വാ. എന്റെ അളിയന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ஆமா அதனால தான் நான் அந்த வீடியோ எடுத்தது. ശരി ശരി 5000 ഞാൻ തരാം. കൊടുക്ക 5000 രൂപ ഞാൻ തരാം. അവനെടുത്ത് പൈസ 10000 തരാൻ சொன்னாலும் எனக்கு வேணாം. ജോസൂട്ടി ഇപ്പൊ 5000 തന്നാ இந்த വീഡിയോ കിടക്കും. ഇല്ലേടാ നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ല കുഴപ്പമില്ല 5000 കൊടുത്താൽ ഇതിപ്പോ 50000ന്റെ ഗുണം ചെയ്യും. ഓ ഡാളിയാ ആ 5000 രൂപ. ഇവൻ എലക്ഷൻ നിന്നിട്ട് ജയിക്കും. അப்புறம் നേതാവായിട്ട് പോകും. നിങ്ങൾക്ക് என்ன கிடைக்கும்? ഇവന്റെ കൂടെ വെയിലും കൊണ്ട് ഇപ്പടി നടന്ന് മൂഞ്ചെല്ലാം കരുവാടിച്ച് പൊളക്ക തെരിയണം. മൂള വേണം. ഇവൻ എലക്ഷനിൽ നിന്നാ നിങ്ങൾക്ക് என்ன? எனக்கு பாரு அந்த கோபி 3000 രൂപ കൊടുത്താச்சு, ഒരു പൈന്റ് കൊടുത്താச்சு. ഇപ്പൊ ജോസൂട്ടി 5000 രൂപ തരും. 8000 രൂപ എനിക്ക് കടച്ചിച്ച്, ഒരു പൈന്റ് കടച്ചിരിച്ച്. ഞങ്ങക്ക് നഷ്ടല്ലേ, ഞങ്ങക്ക് നഷ്ടല്ലേ, അത് കുഴപ്പമില്ല. ഇയാൾ മേടിച്ചോ. അല്ല എന്തായാലും എന്റെ ഇപ്പൊ ഒരു സംഗതി ഉള്ളത് വലിയൊരു ഭാഗ്യം. ആ വീഡിയോ വീഡിയോ അയച്ചു കൊടുത്ത് നമുക്ക് അവൻ വരുന്ന സമയത്ത് ചെല്ലാം. പോലെ